ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ മോശം പ്രസ്താവന നടത്തിയതിന് നിർമ്മാതാവ് സാൻഡ്ര തോമസിനെതിരെ ഫെഫ്ക കോടതിയിൽ. എറണാകുളം സബ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് യൂണിയൻ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സെയ്ഫുനിസ ചേരുന്നു. സെയ്ഫുനിസ, സാൻഡ്ര തോമസിനെതിരെ ഫെഫ്ക ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്താണ്? സാൻഡ്ര തോമസ് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു. ഈ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ മോശമായി പരാമർശം നടത്തിയെന്നാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരുടെ പരാതി. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ഇപ്പോൾ എറണാകുളം സബ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകയായ ശ്രുതി ഉണ്ണികൃഷ്ണൻ മുഖേനയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഫെഫ്ക വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് സാൻഡ്ര തോമസ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ന തസ്തിക ഇനി മലയാള സിനിമയിൽ ആവശ്യമില്ല എന്നായിരുന്നു സാൻഡ്ര തോമസിന്റെ പരാമർശം. ആർട്ടിസ്റ്റുകളുടെ മാനേജർമാരായി പ്രൊഡക്ഷൻ കൺട്രോളർമാർ മാറിയിരിക്കുകയാണ്. അവരുടെ പേര് ആർട്ടിസ്റ്റ് മാനേജേഴ്സ് എന്നാക്കണമെന്നും പ്രൊഡക്ഷൻ കൺട്രോളിംഗ് അല്ല അവർ ചെയ്യുന്നതെന്നും സാൻഡ്ര തോമസ് പറയുന്നു. ഒപ്പം തന്നെ ഈ പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഇപ്പോൾ വലിയ പൈസക്കാരായി ഫ്ളാറ്റും വീടും കാറും ഒക്കെ വാങ്ങിയിരിക്കുകയാണ്. ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരോട് താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് മനസ്സിലാകാത്ത രീതിയിൽ മോഷ്ടിച്ചോളൂ എന്ന്. അതായത് സിനിമയിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ആളുകളാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് സാൻഡ്ര തോമസ് നടത്തിയത്. ഇതിനെതിരെയാണ് ഫെഫ്ക ഇപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ഇപ്പോൾ മാനനഷ്ട കേസ് സബ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ശരി, സെയ്ഫുനിസയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.